Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനൽ കീവേഡ് എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഫൈനൽ കീവേഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ട 2-3 ടോപ്പിക് ഉണ്ട്. നമ്മൾ ഫൈനൽ വേരിയബിൾസ് ഉണ്ട്, ഫൈനൽ മെത്തേഡ്സ് ഉണ്ട്, ഫൈനൽ ക്ലാസ് ഉണ്ട്. ഈ മൂന്ന് ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഫൈനൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് ക്രിയേറ്റ്. ഇനി ഇതിനകത്ത് ഞാൻ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ഫൈനലിൻ്റെ F ക്യാപിറ്റലാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഈ ഫൈനലിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഫൈനൽ എന്താണെന്ന് അറിയണം. ഫൈനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേരിയബിളിന് മുമ്പാണ് നമ്മൾ ഫൈനൽ കൊടുക്കുന്നതെങ്കിൽ, അതായത് ഒരു ഫൈനൽ വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് ആ വേരിയബിൾ എന്ന് പറയുന്നത് ഫൈനലായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഫൈനലായിരിക്കും. അതായത് നമ്മളപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മാറ്റേണ്ടാത്ത കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ ഫൈനൽ കൊടുക്കാവൂ. ഇപ്പോൾ പൈയുടെ വാല്യൂ 3.14 അല്ലേ, അത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, എല്ലായിടത്തും അത് തന്നെയാണ്. അതുപോലെ √2ൻ്റെ വാല്യൂ 1.414, മനസ്സിലായോ? അങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫൈനലായിട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് നോർമൽ വേരിയബിൾ ആയിട്ടേ കൊടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെയാണ് ഫൈനൽ വേരിയബിൾ. ഫൈനൽ വേരിയബിൾ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിനകത്ത് വന്നൊരു ഫൈനൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ഫൈനൽ ഇൻറ്റ് പൈ ഈക്വൽസ് 3.14 എന്ന് കൊടുത്തു. ഇതിവിടെ പേർന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റിജറാണ് ഞാൻ കൊടുത്തത്, പക്ഷേ എൻ്റെ ഇത് ഡബിൾ വാല്യൂ ആണ്, ഡെസിമൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻറ്റ് മാറ്റിയിട്ട് ഞാൻ ഡബിൾ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഫൈനൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി ഇതിനകത്ത് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഈ വേരിയബിൾ നെയിം ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തത്, ഫുള്ള്. നമ്മൾ സാധാരണ അങ്ങനെ കൊടുക്കാറില്ല. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ വേരിയബിളായിട്ട് ഇതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഡിക്ലെയർ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ഓർക്കത്തില്ല, ഒരുപാട് ലൈൻസ് ഓഫ് കോഡ് ഉള്ളതാണെങ്കിൽ നമ്മൾ താഴെ വരുമ്പോൾ ചിലപ്പോൾ ഇതിനെ ഈ വേരിയബിളിനെ ഇപ്പോൾ പൈന്ന് കിടക്കുന്നതുകൊണ്ട് അറിയായിരിക്കും, എന്നാലും വേറെ എന്തെങ്കിലും പേരിലാണ് നമ്മൾ കൊടുത്തതെങ്കിൽ നമ്മളത് ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ ഒരു എറർ കാണിക്കും. അപ്പം നോർമൽ വേരിയബിളുമായിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് ക്യാപ്സി കൊടുക്കുന്നത്. ഇതിപ്പോൾ സ്മോളിൽ കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ ടെക്സ്റ്റിലോ എവിടെയെങ്കിലും നോക്കുകയാണെങ്കിൽ അത് ക്യാപിറ്റലിലായിരിക്കും കിടക്കുന്നത്. അതാ കണ്ടോ, സ്മോളിൽ കൊടുത്താലും എറർ ഒന്നുമില്ല. അപ്പം നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോർമൽ വേരിയബിളിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ക്യാപ്സിൽ കൊടുക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇത് കൊടുത്തു. ഇനി നമുക്ക് ഈ വേരിയബിളിനെ ഇവിടെ എങ്ങനെയാണ് വിളിക്കുന്നത്? ആദ്യം ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം അല്ലേ. ഫൈനൽ F ഈക്വൽസ് ന്യൂ ഫൈനൽ. ഇനി ഇത് സിസ് ഔട്ട് ചെയ്യാം, ഇനി ഇത് നമുക്ക് സിസ് ഔട്ട് ചെയ്യാം. സിസ് ഔട്ട് എങ്ങനെയാണ് വിളിക്കുന്നത്? ഒബ്ജക്റ്റ് ഡോട്ട് വേരിയബിൾ നെയിം എന്ന് വിളിച്ചാൽ മതി. പൈ കൊടുത്താൽ മതി. നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ചെയ്തപ്പോൾ 3.14 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ വേരിയബിളിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇതിനെ ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ടർ എഴുതുകയാണ്. സാധാരണ കൺസ്ട്രക്ടർ യൂസ് ചെയ്താണോ വാല്യൂ ഇനിഷ്യലൈസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനകത്ത് ഞാൻ കൊടുക്കുകയാണ് ഡബിൾ ന്യൂ പൈ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ പൈയുടെ വാല്യൂ ഈ ന്യൂ പൈ ആക്കി കൊടുക്കുക. ഇത് കണ്ടോ, ഇവിടെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാൻ നോക്കുമ്പോൾ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇവിടെ നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ തന്നെ കാണിക്കാം ഫൈനൽ മോഡിഫയർ മാറ്റാനെന്നാണ് പറയുന്നത്. അപ്പം നമ്മളതായി ഈ ഫൈനൽ മോഡിഫയർ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടുത്തെ എറർ മാറി. പക്ഷെ നമുക്ക് അങ്ങനെ അല്ലല്ലോ, ഫൈനൽ വേരിയബിൾ അല്ലേ. അപ്പോൾ ഫൈനൽ വേരിയബിളിനെ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നമുക്കിത് കളയാം. ഫൈനൽ വേരിയബിൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതും കളയാം. ഇതാണ് ഫൈനൽ വേരിയബിൾ. ഇനി നെക്സ്റ്റ് ഫൈനൽ മെത്തേഡ്. ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഫൈനൽ മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മെത്തേഡ് കൊടുക്കുകയാണ്. പബ്ലിക് വോയിഡ് സേ ഹലോ എന്നൊരു മെത്തേഡ് വെറുതെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് സിസ് ഔട്ടിനകത്ത് ഞാൻ പറയുകയാണ് ഹലോ. ഇനി ഞാൻ ഇതിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഈ മെത്തേഡിനെ ഫൈനലിൻ്റെ ഒബ്ജക്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഫ് ഡോട്ട് സേ ഹലോ എന്ന് വിളിച്ചാൽ മതി അല്ലേ. ഇനി ഞാനിതിപ്പോൾ റൺ ചെയ്യാണ്. റൺ ചെയ്തപ്പോൾ ഹലോ എന്ന് പ്രിൻ്റായി, മനസ്സിലായോ? ഇങ്ങനെയാണ് ഒരു സാധാരണ മെത്തേഡിനെ വിളിക്കുക. ഇനി ഈ മെത്തേഡ് ഫൈനലാണെങ്കിൽ നമ്മൾ ഫൈനൽ മെത്തേഡല്ലേ പറയുന്നത്, മെത്തേഡിനെ നമ്മൾ ഫൈനലാക്കി കൊടുക്കുകയാണ്. ഫൈനലാക്കി കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വിളിക്കുക? എഫ് ഡോട്ട് സേ ഹലോ എന്ന് കൊടുക്കുമ്പോൾ അതും റണ്ണായി.
അപ്പോൾ ഫൈനൽ മെത്തേഡിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മെത്തേഡിനെ ഫൈനലാക്കി കൊടുക്കുന്നത്. നമ്മൾ ആ മെത്തേഡിന് മുന്നേ ഫൈനൽ കീവേഡ് കൊടുത്താൽ മതി. അപ്പോൾ ഫൈനൽ മെത്തേഡ് പറഞ്ഞു. ഇനി നെക്സ്റ്റ്, ഇനി ഫൈനൽ മെത്തേഡിനെ നമുക്ക് ഒരു കാര്യം കൂടെ പറയണം. ഇപ്പം ഞാൻ വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ആ ക്ലാസ്സിൽ ഇനി ഫൈനൽ മെത്തേഡിനെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഇവിടെ അല്ല, വേറൊരു ക്ലാസ്സിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പം ഞാൻ വേറൊരു ക്ലാസ് എഴുതുകയാണ്. ക്ലാസ് ന്യൂ ക്ലാസ് എക്സ്റ്റെൻസ് ഫൈനൽ ക്ലാസ്സിനെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാണ്. ഇൻഹെറിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്റ്റെൻസ് കീവേഡ് വെച്ച്. അപ്പോൾ ഇൻഹെറിറ്റൻസിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണാം, ലിങ്ക് ഐ ബട്ടണിലുണ്ട്. അപ്പം നമ്മളൊരു പുതിയ ക്ലാസ് എഴുതി അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ സേ ഹലോ മെത്തേഡ് എന്ന് പറയുന്നത് ഫൈനൽ ആണല്ലോ. ഒരു ഫൈനൽ മെത്തേഡിലോട്ട് ആക്സസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഈ ന്യൂ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം അല്ലേ? ഇതിപ്പോൾ എൻ ക്യാപിറ്റൽ കൊടുക്കാം. ഈ ന്യൂ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. Ctrl+D, ന്യൂ ക്ലാസ് ന്യൂ CL ഈക്വൽസ് ന്യൂ ക്ലാസ് കൊടുത്തു. ഇനി ന്യൂ CL ഡോട്ട് സേ ഹലോ. അതായത് കണ്ടോ, ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ അത് വന്നു. അത് ആക്സസ് ഉള്ളതുകൊണ്ടാണ് വരുന്നത്. ആക്സസ് ഇല്ലെങ്കിൽ നമ്മൾ ഇതാ ഇങ്ങനെ ഡോട്ട് കൊടുക്കുമ്പോൾ അത് കാണാൻ പറ്റില്ല. ഡോട്ട് കൊടുത്ത് എസ് കൊടുത്തപ്പോൾ തന്നെ വന്നല്ലോ. ഇനി നമ്മളിതിനെ വിളിക്കുകയാണ്. രണ്ട് ഹലോ പ്രിൻ്റായി. ഒന്ന് ഈ ഫൈനലിൽ നിന്ന് ആദ്യം വിളിച്ച ഹലോയും പിന്നെ ന്യൂ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള ഹലോയും. വേണമെങ്കിൽ ഞാൻ ഇതൊന്ന് കമൻറ്റ് ചെയ്യാം. ആദ്യത്തെ റൺ ചെയ്യാം. അപ്പോൾ അത് ഹലോ ഒന്ന് പ്രിൻ്റായി കണ്ടല്ലോ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്കൊരു ഫൈനൽ മെത്തേഡിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇൻഹെറിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എക്സ്റ്റെൻസ് കീവേഡ് വെച്ച് നമുക്കൊരു ഫൈനൽ മെത്തേഡിന്, അതൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈനൽ മെത്തേഡ്സിനെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായും ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ ക്ലാസ്സിനെ നമ്മളിവിടെ ഇൻഹെറിറ്റ് ചെയ്തിട്ട് ആ മെത്തേഡിനെ ആക്സസ് ചെയ്യാൻ നമുക്ക് തീർച്ചയായും പറ്റും. മനസ്സിലായോ? ഇനി നെക്സ്റ്റ്, ഫൈനൽ മെത്തേഡിനെ നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. ക്യാൻ ഫൈനൽ മെത്തേഡ്സ് ബി ഓവർ റൈഡഡ്? അങ്ങനെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇപ്പം ഇത് പറഞ്ഞതുകൊണ്ട് ഇത് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാം. അപ്പോൾ ഫൈനൽ മെത്തേഡ്സിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റുമോ? ഓവർ റൈഡിങ് എന്താണെന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഐ ബട്ടണിലുണ്ട്, കാണാത്തവർ കാണാം. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഈ ബേസ് ക്ലാസ്സിലെ മെത്തേഡ്, അതായത് ബേസ് ക്ലാസ് ഏതാണ്? ഫൈനൽ. ബേസ് ക്ലാസ്സിലെ മെത്തേഡിനെ അതേപോലെ നമ്മൾ സബ് ക്ലാസ്സിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഓവർ റൈഡിങ് എന്ന് പറയുക. അപ്പം ഞാൻ ഈ പബ്ലിക് വോയിഡ് സേ ഹലോയെ ഇവിടെ യൂസ് ചെയ്യാണ്. പബ്ലിക് വോയിഡ് സേ ഹലോ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും പ്രിന്റ് ചെയ്യാണ്. സിസ് ഔട്ട് ഇൻ സബ് ക്ലാസ് കൊടുക്കാം. ഇവിടെ സേ ഹലോയുടെ അവിടെ ഒരു എറർ വരുന്നുണ്ടോ? കനോട്ട് ഓവർ റൈഡ് ഫൈനൽ മെത്തേഡ് ഫ്രം ഫൈനൽ. അതായത് നമുക്ക് ഒരിക്കലും ഒരു ഫൈനൽ മെത്തേഡ്, അതായത് സേ ഹലോ എന്നുള്ളത് ഒരു ഫൈനൽ മെത്തേഡാണ്, അതിനെ നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. മെത്തേഡിനെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാം, പക്ഷേ അതിനെ ഓവർ റൈഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. പിടികിട്ടിയല്ലോ? അപ്പോൾ ഇത് കളയാം. ഇനി ഇതും കളഞ്ഞേക്കാം. മനസ്സിലായല്ലോ? അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഫൈനൽ വേരിയബിൾ പറഞ്ഞു, ഫൈനൽ മെത്തേഡ് പറഞ്ഞു. ഫൈനൽ മെത്തേഡിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും, ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ എന്താണ്? ഫൈനൽ ക്ലാസ്. ഫൈനൽ ക്ലാസ് എങ്ങനെയാണെന്ന് പറയാം. ഫൈനൽ ക്ലാസ് എന്ന് വെച്ചാൽ നമ്മളൊരു ക്ലാസ്സിനെ ഫൈനലായിട്ട് കൊടുക്കുക. അപ്പോൾ അതാ നമുക്ക് ഈ ഫൈനൽ ക്ലാസ്സിനെ തന്നെ ഫൈനലായിട്ട് കൊടുക്കാം. ഫൈനൽ എന്ന് കൊടുക്കുകയാണ്. ഇനി ഇപ്പം ന്യൂ ക്ലാസ് ഇല്ലല്ലോ, അതാണ് ഇവിടെ എറർ വരുന്നത്. ഒരു ക്ലാസ്സിനെ നമ്മൾ ഫൈനലാക്കി കൊടുത്തു. ഇനി നമ്മളിതിനെ ആക്സസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ക്ലാസ് മുമ്പത്തെ ന്യൂ ക്ലാസ് തന്നെ കൊടുക്കാം. ന്യൂ ക്ലാസ് എക്സ്റ്റെൻസ് ഫൈനൽ എന്ന് കൊടുക്കുകയാണ്. കൊടുത്തപ്പോൾ തന്നെ എറർ വന്നുണ്ടോ? ദ ടൈപ്പ് ന്യൂ ക്ലാസ് കനോട്ട് സബ് ക്ലാസ് ദ ഫൈനൽ ക്ലാസ് ഫൈനൽ. അതായത് നമ്മളൊരു ക്ലാസ്സിനെ ഫൈനലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റേ മെത്തേഡ് ആണെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഓവർ റൈഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഒരു ക്ലാസ്സിനെ തന്നെ നമ്മൾ ഫൈനലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഫൈനലാണ്. മറ്റേ ഇതിനകത്ത് ഒരു മെത്തേഡായിരുന്നു ഫൈനൽ. ഇതിപ്പോൾ ക്ലാസ്സിനെ നമ്മൾ ഫൈനലായിട്ട് കൊടുത്തതുകൊണ്ട് ഇപ്പോൾ ഈ ഫൈനൽ മോഡിഫയർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ഇത് ഇങ്ങനെ കൊടുക്കാത്തതുകൊണ്ടാണ് എറർ വരുന്നത്. അപ്പോൾ ഈ ഫൈനൽ കീവേഡ് ഇവിടുന്ന് മാറ്റി കൊടുത്തപ്പോൾ കണ്ടോ ഇതിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങനല്ലല്ലോ, നമ്മളിപ്പോൾ ഫൈനൽ ക്ലാസ് അല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ ഫൈനൽ മോഡിഫയർ മാറ്റിക്കഴിഞ്ഞാൽ ഈ എറർ മാറും. അപ്പോൾ ഫൈനൽ ക്ലാസ്സിനെ ഒരിക്കലും നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പോലും പറ്റില്ല.
മനസ്സിലായല്ലോ? അപ്പോൾ ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫൈനൽ വേരിയബിൾ പറഞ്ഞു, ഫൈനൽ മെത്തേഡ് പറഞ്ഞു, ഫൈനൽ ക്ലാസ് പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ ഈ അഞ്ചാമത്തെ കാര്യവും പറഞ്ഞു, ഫൈനൽ മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈനൽ മെത്തേഡ്സിനെ ഇൻഹെറിറ്റ് ചെയ്യാം, ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, ക്യാൻ ബി ഡിക്ലെയർ എ കൺസ്ട്രക്ടർ ഫൈനൽ. കൺസ്ട്രക്ടറിനെ നമുക്ക് ഫൈനലായിട്ട് പറ്റുമെന്ന്. കൺസ്ട്രക്ടർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വാല്യൂ ഫൈനലൈസ് ചെയ്യാൻ, വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാൻ. ഇപ്പം ഞാൻ എന്താ ഈ പയ്യയുടെ വാല്യൂ ഇവിടുന്ന് കളയാണെന്ന് നോക്കുക. ഇത് കൺസ്ട്രക്ടറിൽ വന്നാണ് ഞാൻ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പയ്യയുടെ വാല്യൂ ഇവിടുന്ന് കളയുമ്പോൾ ഇവിടെ ഞാൻ ഒന്നും ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തില്ല, വേരിയബിൾ നെയിമേ കൊടുത്തുള്ളൂ. അപ്പോൾ അത് ഇവിടെ എറർ കാണിക്കുന്നുണ്ടോ? ഈ ഡിക്ലറേഷൻ സമയത്ത് തന്നെ ഇതിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യണമെന്നോ. ഫൈനൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ അത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യണം. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ടറിനകത്ത് നമ്മളത് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് കൺസ്ട്രക്ടർ എഴുതുക? ക്ലാസിൻ്റെ പേര് തന്നെ കൊടുക്കുക. ഇതാണ് ഒരു കൺസ്ട്രക്ടർ. ഇനി ഇതിനകത്ത് നമ്മൾ ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പൈ ഈക്വൽസ് 3.14. ഇവിടെ വന്ന് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. പൈ സ്മോൾ ആയതുകൊണ്ടാണ് ഈ എറർ കാണിക്കുന്നത്. ഇതാ കണ്ടോ, ഇപ്പോൾ എറർ മാറിയത് കണ്ടോ? അപ്പോൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഇവിടെ അല്ലേ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് കോൾ ആവുന്നു. അപ്പോൾ നമ്മൾ ഈ ഫൈനലായിട്ട് ആ വേരിയബിൾ ഡിക്ലറേഷൻ്റെ സമയത്ത് തന്നെ എപ്പോഴും വാല്യൂ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഇല്ലെങ്കിൽ കൺസ്ട്രക്ടർ വന്ന് ഫൈനലൈസ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതൊരു നല്ല ഇതല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ കൊടുക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, കൺസ്ട്രക്ടറിനെ ഫൈനലായിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഫൈനലിൻ്റെ ഇപ്പുറത്ത്, കൺസ്ട്രക്ടറിൻ്റെ ഇപ്പുറത്ത് ഒരു ഫൈനൽ കൊടുക്കാം. ക്യാപ്സ് ആണ്. ഫൈനൽ എറർ വരുന്നുണ്ടോ? കൺസ്ട്രക്ടറിന് ഇൻവാലിഡ് മോഡിഫയേഴ്സ് മാറ്റാൻ, അതായത് കൺസ്ട്രക്ടറിനെ ഒരിക്കലും നമുക്ക് ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പം നമ്മൾ ഇത് കളഞ്ഞിട്ട് നമ്മൾ ഇവിടെ തന്നെ ഇനിഷ്യലൈസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ കാര്യം ശ്രദ്ധിക്കുക, ക്യാപ്സിൽ കൊടുത്താൽ നമുക്ക് എവിടെയും വരുമ്പോൾ കൺഫ്യൂഷൻ വരില്ല. ഇതൊരു നോർമൽ വേരിയബിൾ അല്ല, നമുക്കൊരു ഇത് ഫൈനൽ വേരിയബിൾ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം മനസ്സിലായല്ലോ. ഫൈനൽ വേരിയബിൾ എന്ന് വെച്ചാൽ ആ വേരിയബിളിൻ്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ഫൈനൽ മെത്തേഡ്, ഒരു മെത്തേഡിനെ ഫൈനലാക്കി കൊടുത്താൽ അത് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും, ബട്ട് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. ഫൈനൽ ക്ലാസ് എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിനെ ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്താൽ അതിനെ ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാനോ സാധിക്കില്ല. പിന്നെ കൺസ്ട്രക്ടറിനെ നമുക്ക് ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യാനേ പറ്റില്ല. പിന്നെ ഫൈനൽ മെത്തേഡ്സിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിളാണ്, നിങ്ങളും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.